എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിന്റെ 23ാമത്തെ സ്പോട്ട് അലോട്ട്മെന്റ് ഡിസംബർ 16-ാം തീയതി LBSന്റെ എല്ലാ ജില്ലയിലുമുള്ള ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ച് രാവിലെ 10:30-ന് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. മുൻ അലോട്ട്മെന്റുകൾ വഴി ഏതെങ്കിലും കോളേജുകളിൽ പ്രവേശനം നേടിയവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതാത് കോളേജിൽ നിന്നും ഓൺലൈൻ മുഖേന ലഭ്യമാക്കേണ്ടതാണ്. അപേക്ഷകന് നേരിട്ട് ഹാജരാക്കാൻ സാധിക്കാത്ത പക്ഷം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഓതറൈസേഷൻ ഫോം മുഖേന പങ്കെടുക്കാവുന്നതാണ്. സോ ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന തീയതി ഡിസംബർ 16-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മുൻപായിട്ട് തന്നെ അതാത് LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ എത്തി സ്പോട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അന്നേ ദിവസം സ്പോട്ടിന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ വരുമ്പോൾ ഡോക്യുമെന്റ്സും കൂടെ കൊണ്ടുവരിക. ടോക്കൺ ഫീസ്, അതായത് ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും കിട്ടാത്തവരാണെങ്കിൽ ടോക്കൺ ഫീസും കൂടെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഓൺലൈനായിട്ടാണ് ടോക്കൺ ഫീസ് പേ ചെയ്യേണ്ടത്. ടോക്കൺ ഫീസ് 25,000 രൂപയാണ്. SC ST OEC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 1000 രൂപയാണ് ടോക്കൺ ഫീസായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇതുവരെയും അലോട്ട്മെന്റ് ഒന്നും കിട്ടിയില്ല, ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പോയി അവിടെ വെച്ച് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഫെസിലിറ്റേഷൻ സെന്ററിലാണോ നിൽക്കുന്നത് ആ ഫെസിലിറ്റേഷൻ സെന്ററിൽ തന്നെ ഓൺലൈനായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ്. സ്പോട്ട് അലോട്ട്മെന്റിന് പോകുമ്പോൾ കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്. വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സ്പോട്ട് അലോട്ട്മെന്റ് ആണ്. സോ കൃത്യസമയത്തിനുള്ളിൽ തന്നെ സ്പോട്ടിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യുക. നേരത്തെ അലോട്ട്മെന്റുകൾ വഴി അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് ഓൺലൈനായിട്ട് അതായത് കോളേജസിൽ നിന്ന് ഇഷ്യൂ ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റിൻ്റെ വിവരങ്ങളൊക്കെ LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സ്പോട്ട് അലോട്ട്മെന്റിന് തൊട്ട് മുമ്പേ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലും വെച്ച് അറിയാനായിട്ട് സാധിക്കും ഏതൊക്കെ കോളേജസിലാണ് ഏതൊക്കെ സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ളതെന്ന്. പിന്നെ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ഇൻഡെക്സ് പിന്നെ കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത് അലോട്ട്മെന്റ് കിട്ടുന്നത്. LBSന്റെ എല്ലാ ജില്ലയിലുമുള്ള ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ചും ആ ദിവസം സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ ചെന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് അടുത്തുള്ള ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് ലഭിക്കുകയും ടോക്കൺ ഫീ കൊടുക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുന്നതല്ല. അതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുക. പിന്നെ ടോക്കൺ ഫീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, 25,000 രൂപയും പിന്നെ SC ST OEC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 1000 രൂപയുമാണ് ടോക്കൺ ഫീസ്. പിന്നെ ഈ അലോട്ട്മെന്റ് കിട്ടിയവരാണെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 18-ാം തീയതിയാണ്. ഡിസംബർ 18-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന അതാത് കോളേജസിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യം, LBS സെന്റർ മുഖേന ടോക്കൺ ഫീസ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ ഓൺലൈനായിട്ടാണ് പേ ചെയ്യേണ്ടത്. സോ അപേക്ഷകൻ നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ മാത്രം 3ാമത്തെ പേജിലുള്ള ആതറൈസേഷൻ ഫോം ഹാജരാക്കിയാൽ മതിയാവും. അതായത് നിങ്ങൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് ഈ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ 3ാമത്തെ പേജിൽ ഓതറൈസേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് ഹാജരാക്കേണ്ടതാണ്. പിന്നെ LBSന്റെ എല്ലാ ഡിസ്ട്രിക്ട്സിലുമുള്ള ഫെസിലിറ്റേഷൻ സെന്റേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സ്പോട്ട് അലോട്ട്മെന്റിനെ ബന്ധപ്പെട്ട് ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പോട്ടിൽ പോകുമ്പോൾ ഡോക്യുമെൻസും കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഡോക്യുമെൻസ് എല്ലാം കൊണ്ടുപോകണം. ഡോക്യുമെൻസ് ഒന്നും മിസ്സാക്കാതെ ഡോക്യുമെൻസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് നോക്കണം. സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ അലോട്ട്മെന്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സ്പോട്ട് അലോട്ട്മെന്റ് LBSന്റെ എല്ലാ ജില്ലയിലെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ ഒരുമിച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എല്ലാ ജില്ലയിലും എന്ത് ചെയ്യും, കാൻഡിഡേറ്റ് നേരിട്ട് തന്നെ എത്തി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ 14 ജില്ലയിലും സ്റ്റുഡൻസ് എത്തുന്നുണ്ട് ഇതിന് പങ്കെടുക്കാനായിട്ട്. സോ സ്റ്റുഡൻസ് ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ചെന്ന ഉടനെ എന്ത് ചെയ്യുക, സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു ചെറിയൊരു സ്ലിപ്പ് നിങ്ങൾക്ക് അവിടുന്ന് തരും. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യുക, സ്ലിപ്പ് തിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഓരോ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലും വന്നിരിക്കുന്ന ആൾക്കാർ അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ റാങ്ക് ലിസ്റ്റ് വഴി നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ നിൽക്കുന്നത് ആ ഡിസ്ട്രിക്റ്റിലെ റാങ്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഓൾ കേരള, അതായത് കേരളത്തിലെ 14 ജില്ലയിലും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ റാങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതായത് 14 ജില്ലയിലും ഈ ഒരു സ്പോട്ടിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന എല്ലാവരുടെയും റാങ്ക്, ഓവറോൾ റാങ്ക് ഒക്കെ നോക്കി എന്ത് ചെയ്യും, നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സിംപ്ലി പറഞ്ഞാൽ സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക്, അതായത് നിങ്ങൾക്കൊരു പുതിയൊരു റാങ്ക് ആയിരിക്കും അവിടുന്ന് കിട്ടുന്നത്. ഒന്ന് നിങ്ങൾക്ക് ഡിസ്ട്രിക്ട്സിലെ റാങ്ക്, നിങ്ങളുടെ ജില്ലയിൽ അടിസ്ഥാനത്തിലുള്ള റാങ്കും പിന്നെ 14 ജില്ലയിലുള്ള കാൻഡിഡേറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് റാങ്ക് കിട്ടുന്നുണ്ടാവും. ആ 14 ജില്ലയിലെ കാൻഡിഡേറ്റ്സിന്റെ അടിസ്ഥാനത്തിലുള്ള റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ റാങ്ക് കൂടിയ ആളിനെ എന്ത് ചെയ്യും, ആദ്യം വിളിക്കുന്നതായിരിക്കും. സോ ആ റാങ്ക് കൂടിയ ആൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ജില്ലയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ജില്ലയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ആ ഒരു കാൻഡിഡേറ്റിന്റെ ഒപ്പീനിയൻ ചോദിക്കും. അതായത് സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു കാൻഡിഡേറ്റിന് കോളേജ് ഏത് വേണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു കാൻഡിഡേറ്റ് ആ വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കോളേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് ഫില്ല് ആവുന്നതായിരിക്കും. ഇപ്പോൾ നേരത്തെ അലോട്ട്മെന്റ് വഴി അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്ത ഒരു കാൻഡിഡേറ്റ്
വിചാരിക്കുകയാണ് എന്താണ്, എനിക്ക് വേറൊരു കോളേജ് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്, അതായത് പുതിയൊരു കോളേജ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു കാൻഡിഡേറ്റ് NOC വാങ്ങിച്ച് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു കാൻഡിഡേറ്റിനെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റിന് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സീറ്റ് അവിടെ വേക്കൻറ്റ് ആവുകയും കാൻഡിഡേറ്റ് തൻ്റെ ഇഷ്ടാനുസരണം വേറൊരു കോളേജ് സെലക്ട് ചെയ്യുകയും ചെയ്താൽ എന്ത് സംഭവിക്കും, ആ ഒരു സീറ്റ് കാൻഡിഡേറ്റ് സെലക്ട് ചെയ്ത സീറ്റ് അവിടെ ഫിൽ ആവുകയും കാൻഡിഡേറ്റിന് നേരത്തെ പഴയതായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു കോളേജ് അവിടെ വേക്കൻ്റ് ആവുകയും ആ ഒരു വേക്കൻ്റ് ആയിട്ട് വന്ന ആ ഒരു സീറ്റ് എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയും ചെയ്യുന്നതാണ്. സോ ആ ഒരു കോളേജ് വേണമെങ്കിൽ എന്താണ്, ഇനി വേറൊരു കാൻഡിഡേറ്റിന് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കോളേജ് അലോട്ട്മെൻറ്റ് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിന് ആ ഒരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വേക്കൻ്റ് സീറ്റ് ഫിൽ ആവുന്നത് വരെ എന്ത് ചെയ്യും, ഈ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് താമസിക്കാനുള്ള ചാൻസസ് ഉണ്ട്, ചിലപ്പോൾ രാത്രി ആവാനും സാധ്യതയുണ്ട്. സോ എന്താണ്, എല്ലാവരും അത് മനസ്സിലാക്കി അതിനുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ എടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പിന്നെ ഒരു റിയാലിറ്റിയും കൂടിയാണ്, സ്പോട്ടിന് പോകുന്ന എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. സീറ്റ് വേക്കൻസി എത്രയാണോ ഉള്ളത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് കാൻഡിഡേറ്റ്സിനെ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പോകുന്ന എല്ലാവർക്കും എന്താണ്, ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. അഥവാ നിങ്ങൾക്ക് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പോകാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പോയെന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്താണ് നല്ലതാണ്, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇതുവരെ അലോട്ട്മെൻറ്റ്സ് ഒന്നും കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. സ്പോട്ടിന് വരുന്നത് 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് ആൾക്കാരെന്ന് പറയുന്നത് എന്താണ്, ഇതുവരെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവരാണ്. രണ്ടാമത്തത് കോളേജ് മാറ്റി കിട്ടാനായിട്ട് ട്രൈ ചെയ്ത് വരുന്നവർ. സോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, സീറ്റ് വേക്കൻസി ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്താണ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഒരു കാൻഡിഡേറ്റിന് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. പിന്നെ എത്ര പേരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നത്, അവരുടെ റാങ്ക് കൂടുതലാണോ കുറവാണോ അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയും കൂടി എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഈ സ്പോട്ടിന് പോയി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ പോകുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല, നേരത്തെ പറഞ്ഞ കാര്യമാണ്. സീറ്റ് വേക്കൻസി ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്താണ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, വിഷമിക്കേണ്ട ആവശ്യമില്ല. അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ സീറ്റ് വേക്കൻസി എവിടെയൊക്കെയാണ് ഇനി ഉള്ളതെന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ സീറ്റ് വേക്കൻസിയിലല്ലാത്ത ലിസ്റ്റും എന്ത് ചെയ്യും, പ്രത്യേകിച്ച് സീറ്റ് വേക്കൻസി എവിടെയൊക്കെയാണെന്നുള്ളത് LBSൻ്റെ ഒഫീഷ്യൽ സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്, മേ ബി ഇതായിരിക്കും ഫൈനൽ അലോട്ട്മെൻറ്റ്. ചിലപ്പോൾ എന്താണ് ഇനി ഒരു പക്ഷേ അലോട്ട്മെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല, ഇതായിരിക്കും ഫൈനലായിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ്. നേരത്തെ എന്താണ് ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈനലായിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സ്പോട്ട് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും എന്ത് അലോട്ട്മെൻറ്റ് ഇവിടെ വെച്ച് തീരാനുള്ള ചാൻസസും ഉണ്ട്. അഥവാ എന്താണ് സീറ്റ്സ് ഉണ്ടെങ്കിൽ അടുത്ത് വീണ്ടും സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിരിക്കും വീണ്ടും കണ്ടക്ട് ചെയ്യാൻ ചാൻസസ് അത് വരും. എന്ത് ചെയ്യും, ദിവസം നമുക്ക് അറിയാനായിട്ട് സാധിക്കും, ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. മേ ബി എന്താണിത് ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്പോട്ടിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെൻറ്റ്സ് വഴി അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയെന്നും കൂടെ എന്ത് ചെയ്യുക പറയുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.